രാഷ്ട്രീയത്തിലെ തിരക്ക് പിടിച്ച ദിനചര്യകളിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഗോതയിലെ ആവേശ പോരാട്ടങ്ങളിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിന്ന് കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു. പതിവ് രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കപ്പുറം സതീശന്റെ വ്യക്തിജീവിതത്തിലെ ഹൃദ്യമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വി.ഡി. സതീശന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജായ ഒപ്പോസിഷൻ ലീഡർ VT-യിലൂടെയാണ് ഈ മനോഹരമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഒരു ഗസ്റ്റ് ഹൗസിൽ സമയം ചെലവഴിക്കുന്നതും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതുമായ സതീശനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. വനത്തിനുള്ളിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം പൂർണ്ണമായും വിശ്രമത്തിലാണ്. വീഡിയോയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അദ്ദേഹം നടത്തുന്ന ട്രക്കിംഗ് ദൃശ്യങ്ങളാണ്. കാടിന്റെ വന്യത ആസ്വദിച്ച കുന്നുകളും മലകളും കയറി പോകുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചുറുചുറുക്ക് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ കടുത്ത വെല്ലുവിളികൾക്കിടയിലും ശാരീരിക ക്ഷമത നിലനിർത്തുന്ന അദ്ദേഹത്തിന്റെ രീതി വീഡിയോയിൽ വ്യക്തമാണ്. വനത്തിലാണ്, വനവാസത്തിന് അല്ല കട്ടായം എന്ന കൗതുകകരമായ ക്യാപ്ഷനാണ് ഈ വീഡിയോയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. വനവാസത്തിന് പോയതല്ലെന്നും ഇതൊരു ചെറിയ ഇടവേള മാത്രമാണെന്നും അദ്ദേഹം തമാശ രൂപേണ കുറിക്കുന്നു. രാഷ്ട്രീയ എതിരാളികൾക്ക് മറുപടി നൽകുന്ന രീതിയിലുള്ള ഈ ശൈലി സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചാരണങ്ങൾക്ക് ശേഷം ലഭിച്ച ഈ ഇടവേളയെ വളരെ പോസിറ്റീവായാണ് സതീശൻ വിനിയോഗിക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കാനിരിക്കെ ആ വലിയ ദിവസത്തിന് മുന്നോടിയായുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ യാത്രയെന്ന് വിലയിരുത്തപ്പെടുന്നു. ക്യാപ്ഷനിലെ മറ്റൊരു വരി മെയ് 4-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ വിസ്മയം പൂർത്തിയാകുമെന്നാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്നത്. ഗസ്റ്റ് ഹൗസിലെ പുൽത്തകടിയിൽ ഇരിക്കുന്നതും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതുമായ രംഗങ്ങൾ അദ്ദേഹത്തിന്റെ ലാളിത്യം വിളിച്ചോതുന്നു. കഠിനമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും കുടുംബത്തിന് നൽകേണ്ട പ്രാധാന്യം അദ്ദേഹം തന്റെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവെച്ച നിമിഷങ്ങൾക്കകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇത് ഷെയർ ചെയ്തത്. കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ്. ജനനായകൻ വിശ്രമത്തിലാണ്, അടുത്ത പോരാട്ടത്തിന് കരുത്ത് സംഭരിക്കാൻ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള ഈ സൈലന്റ് പീരീഡ് രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു എന്നത് എപ്പോഴും കൗതുകകരമാണ്. വി.ഡി. സതീശന്റെ കാര്യത്തിൽ ഇത് പ്രകൃതിയുമായുള്ള ഇണങ്ങിച്ചേരലും കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങളുമാണ്. അവധിക്കാലം കഴിഞ്ഞ് കൂടുതൽ കരുത്തോടെ രാഷ്ട്രീയ ഗോതയിലേക്ക് മടങ്ങിയെത്തുമെന്ന സന്ദേശത്തോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. മെയ് 4-ന്റെ വിസ്മയത്തിന് കാത്തിരിക്കാൻ അണികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് സതീശന്റെ ഈ അവധിക്കാല വീഡിയോ സൈബർ ലോകത്ത് ജൈത്രയാത്ര തുടരുകയാണ്.